കൂട്ടുകാരെ, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ സന്തോഷമാണ്. പൊന്നൂന് ഭയങ്കര വേദനയായിരുന്നു, ഛർദിയൊക്കെ ആയിരുന്നു. ഈ പൊന്നൂന് ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് രാവിലെ എണീച്ച പാടെ ഭയങ്കര മൂവ്മെന്റ് ആയിരുന്നു. എന്നിട്ട് രാവിലെ ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയി, തല കറങ്ങിയൊക്കെ വീഴാനൊക്കെ പോയി. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിലൊക്കെ വിളിച്ചപ്പോ അപ്പൊ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു ലേബർ വാർഡിലേക്ക് എല്ലാം പറഞ്ഞു. ഇന്ന് എന്താവുന്ന് പോയി നോക്കട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിപ്പൊ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ക്ഷീണമുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയപ്പോ കുഴപ്പമില്ല. പെയിൻ ഉണ്ടായിരുന്നു, പേടിച്ചായി. പെട്ടെന്ന് പെയിനൊക്കെ വന്നേരം കുഞ്ഞു ബേബി നല്ലോണം പെട്ടെന്ന് മൂവ്മെന്റ് കൂടുതലായി. നല്ലോണം ചവിട്ടി കേട്ടോ. എന്നെ ചവിട്ടി, കൈവച്ചപ്പോ എന്നെ ചവിട്ടി. എല്ലാരും ചവിട്ടും, ഇവളെ ചവിട്ടും, എന്നെ ചവിട്ടും, കാണുന്നവരൊക്കെ ചവിട്ടും. അപ്പൊ ട്രീസാമയും ബേസിലായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോ എല്ലാരും കൂടെ പോകുന്ന ഹോസ്പിറ്റലിലേക്ക്. ഇനിയുള്ള വീഡിയോ ചിലപ്പോ ട്രീസാമയും ബേസിലായിട്ടൊക്കെ ആയിരിക്കും എടുക്കുക. ഇതാണ് ട്രീസാമ. ട്രീസാമ ഹായ് പറ. ചേട്ടായി ഹായ് പറ. ഹായ് 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 ഹായ്. അപ്പൊ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നേ. അപ്പൊ ഞാൻ നല്ലോണം കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അപ്പൊ എനിക്കിപ്പോ പെയിൻ ഇല്ല. ഇപ്പോ എന്തായാലും അവര് നേരത്തെ പെയിൻ വന്നത് കാരണം അവര് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാണ്. ഇന്ന് ബേബി ഉണ്ടാവുമെന്നൊന്നറിയില്ല. അവര് ജസ്റ്റ് സ്കാനൊക്കെ ചെയ്ത് ബേബിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കി. ചിലപ്പോ ഇന്ന് വീടും. എന്തായാലും ഒന്ന് എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് ഞങ്ങള്. എല്ലാ സാധനവും എടുത്ത് പോയി നോക്കാം. അപ്പൊ അവരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഹാപ്പി ആയിട്ട് ഞാന് പ്രാർത്ഥിച്ചിറങ്ങി. വീട്ടിലൊക്കെ വിളിച്ചു, എല്ലാവരും ഹാപ്പിയാണ്. പേടിക്കൊന്നും വേണ്ട പറഞ്ഞു. പേടിയൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല. എല്ലാം പറഞ്ഞ പോലെ ഇനി ബേബി ഇപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ചൂടെടുക്കുക. ടെൻഷനൊന്നുമില്ല എനിക്ക്, സത്യമായിട്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാൻ പോകുന്നു. നല്ല പോകുമ്പോഴും പോലെ പ്രസവിച്ചിട്ടങ്ങ് വരും. ചിലപ്പോ ഞാൻ പൂവമ്പഴം പോലെ പ്രസവിക്കുന്ന കാരണം ചിലപ്പോ കരയൊക്കെ ചെയ്യില്ലേ. അപ്പൊ എനിക്ക് മിണ്ടാനൊന്നും പറ്റത്തുണ്ടാവില്ല. ഞാനായിരിക്കില്ല വീഡിയോ എടുക്കുക. ഇച്ചയും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ബേസിലേട്ടയും ട്രീസാമയും കൊണ്ടുകൂടെ. അവരെത്ര നേരം അവിടെ കയറ്റൂന്നോ അവിടെ ഉണ്ടാവൂന്നോ ഒന്നും അറിയത്തില്ല. അതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമെന്നും അറിയത്തില്ല. പുറകിലൊരു നീല വണ്ടി വരുന്ന കണ്ട, അതിൽ ട്രീസാമയും ബേസിലേട്ടയും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സിഗ്നലിലാണ്. ഇച്ചന്റെ ഹാർട്ട് അടിക്കുന്ന ഒച്ച കേൾക്കും പോലെ. അവിടെയോ? ഹോസ്പിറ്റലിൽ എത്തൂല കുഞ്ഞായിപ്പോ. ഹോസ്പിറ്റലിൽ എത്തട്ടെ. നമ്മള് ഹോസ്പിറ്റലിലേക്ക് കേറി. അവരുണ്ടോ പുറകില്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാന്. ഒരു എത്ര മണിക്കൂർ മുന്നേ? ഒരു 3-4 മണിക്കൂർ മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു. കരഞ്ഞ് കാറി പൊളിച്ച്. എന്തിനാ അങ്ങനെ പറയുന്ന? കാറി പൊളിച്ചൊന്നുമില്ല, എനിക്ക് ഒച്ച വന്നില്ല. നീ ഇടയ്ക്ക് കാറി. അത് വല്ലാണ്ട് അങ്ങ് വേദനിച്ചേരാ. എന്റെ സ്ഥലം ഇവിടെയാണ്, ഒട്ടും സ്ഥലമില്ല. ഇന്ന് കൊറേ പേര് പ്രസവിക്കാനുണ്ടെന്ന് തോന്നുന്നു. റോക്കിംഗ്ഹാമിലെത്തി നമ്മള്. സ്ഥലമില്ല വണ്ടി ഇടാന്. അവിടെ സ്ഥലമില്ല, പാർക്കിംഗ് ഇല്ല. അപ്പുറം പാർക്കിംഗ് ഉണ്ട്, പേ പാർക്കിംഗ്. ഒരിടല്ലോ അവിടെ ഫുള്ളാ. അത് ഫുള്ളായിട്ടാട്ടോ നിർത്തിയതുണ്ടോ, കേറ്റുന്നില്ല. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ അതാ ഞങ്ങള് ലേബർ വാർഡിലേക്ക് വേണ്ടി കേട്ടോ. അപ്പൊ ഞങ്ങള് ലേബർ വാർഡിലേക്ക് പോവാണ്. ഒരു ഒച്ചുകൂടെ മുന്നോട്ട്. ഡെലിവറി സ്യൂട്ടിൽ തന്നെ ആയിരിക്കും ലേബർ വാർഡ്. അപ്പൊ നമ്മളിവിടെ എത്തി കേട്ടോ. ഇവിടെ എത്തി നമ്മൾ റിസപ്ഷനിൽ വന്നു കഴിഞ്ഞപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫീറ്റൽ ഹെൽത്ത് യൂണിറ്റിലേക്കാണ് വന്നത്. അപ്പൊ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഹാപ്പിയാ? ചെറിയ പെയിൻ വരുന്നുണ്ടോ? തീരെ വയ്യായിരുന്നു. ഇന്ന് നല്ല പെയിനായിരുന്നു കേട്ടോ.
ഒരു 3-4 മണിക്കൂർ മുന്നേ ഭയങ്കര പെയിനായിട്ട് കുറയുന്നായിരുന്നു ഒന്ന് പെയിൻ. അങ്ങനെ കുഞ്ഞ് നല്ലവണ്ണം കിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മൂവ് മറിയുന്നതാന്ന് തോന്നുന്നു അല്ലേ? എന്നെ കണ്ടിട്ടുണ്ട് ക്ഷീണം തോന്നുന്നുണ്ടോ? നിന്നെ കണ്ടിട്ട് ക്ഷീണം തോന്നി? ഇവിടെ കണ്ട് പയർമണി വരെ നടക്കുന്നു ഇപ്പോൾ. എന്നെ കുളിയൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ വെച്ച് തലയിൽ മുടിയൊക്കെ പാറിയിരിക്കുമായിരുന്നു ഷാമ്പു. അപ്പോൾ ഞാൻ എണ്ണ വെച്ച് മുടിയൊക്കെ കിട്ടി തലയൊക്കെ കഴിയുമ്പോൾ ഞാൻ നല്ല ഒരുങ്ങി കണ്ണ കീഴി കുഞ്ഞവനെ കാണുവാണെങ്കിൽ ഒന്ന് നടത്തി. അപ്പോൾ കുഞ്ഞവനെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ? അപ്പോൾ അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് വോയിസ് അധികം എടുക്കാൻ പറ്റില്ലല്ലോ, അത് ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താന്ന് നോക്കിയിട്ട് ബാക്കി പറയാം. വിഷമില്ലാത്ത കൊച്ചിനെ പറഞ്ഞു വിഷമിപ്പിക്കാൻ ഓരോ ആൾക്കാർ. ഇനി വിഷമമില്ല, ഇനി പേടിയില്ല. പക്ഷെ എല്ലാരും വിളിക്കും പറയും പേടിക്കണ്ട വിഷമിക്കണ്ട. ഇവർക്കതിന് വിഷമവുമില്ല പേടിയുമില്ല. ഇവർക്ക് എങ്ങനെയും ഒന്ന് കൊച്ചിനെ പെട്ടെന്ന് കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ പൊന്നൂനെ ഇവിടെ കൊണ്ടുവന്ന് കടത്തി എന്നിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. കുഞ്ഞിൻ്റെ BP എല്ലാം ചെക്ക് ചെയ്തു. കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് നോക്കാം, മൂവ്മെൻ്റ് ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞ് മൂവ് ചെയ്യുമ്പം ഈ കാണുന്ന മിഷനിലൂടെ ഒരു പ്രിൻറ്റ് വരും, ഗ്രാഫ് വരും മൂവ്മെൻറ്റിൻ്റെ. അത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് കുഞ്ഞ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലേ ഒന്ന്. കുറച്ച് ടൈം എടുക്കും ഒബ്സർവേഷൻ. ക്ഷീണം ഉണ്ടോ? കഴിക്കാൻ തരം വേണോ? പെയിൻ ഉണ്ട്? ഈ മേലെ കാണുന്ന 146 എന്നൊക്കെ ഉള്ളത് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ്. ഇപ്പോൾ മിഡ് വൈഫ് വന്നിട്ട് പറഞ്ഞു എല്ലാം ഓക്കെയാണ്, സ്ക്രീനിൽ കാണുന്ന എല്ലാ ഗ്രാഫ്സും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമലാണ്. കുഞ്ഞിപ്പോൾ പാത്തിരിക്കോട്ടെ, കുഞ്ഞ് പൊളിച്ചിരിക്കുക. അത്ര നല്ല ചവിട്ടായിരുന്നു, കൂടി വരുന്നവരെ പൊരിഞ്ഞ ചവിട്ടായിരുന്നു. ആ കാറിൽ നിന്നൊക്കെ വരുന്ന വഴിക്ക് മൊത്തം അതായിരുന്നു. അവരിങ്ങനെ വയറ് കെട്ടി വെച്ചപ്പോൾ പേടിച്ചു വെച്ചു. അപ്പോൾ എല്ലാം BP നോർമലായി, എല്ലാം നോർമലായി. ഇപ്പോൾ ഒരു കുളിയും എല്ലാം ഓക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും ബേബി വരുന്നില്ല, മൂടില്ല. ഇന്ന് ഡെലിവറി ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. തോന്നുന്നില്ല, ഇന്നില്ല. പെയിൻ വരണ്ടേ? കുറച്ച് എനിക്ക് അറിയത്തില്ല. കുഞ്ഞു ബേബി കാത്തിരിക്കുക. അപ്പോൾ ഇനി ഇത് കഴിയും. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഊണുകറിയും കൂട്ടി ചോറുണ്ട് സുഖമായിട്ട് കിടന്നോളാം. നീ എപ്പോൾ പെയിൻ വരുന്നോ അപ്പോൾ വരാനാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാം നോർമലാണ്. ഇന്നപ്പോൾ ഡെലിവറി ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ പോകാൻ പറയാം കേട്ടോ. പോവാ റീസമയം ചെയ്തിട്ടേ പുറത്തിപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഒരു നോക്കിയിരിക്കുകയായിരിക്കും. ഡെലിവറി വാർഡിലേക്ക് എല്ലാം പറഞ്ഞു. അടുത്ത 2 മണിക്കൂറുടെ വാറുണ്ട്. പക്ഷെ ഡെലിവറി വാർഡ് നമ്മുടെ വീട്ടിലാന്ന് മാത്രം. ആണോ? വീട്ടിലോട്ട് വരുമോ? പാവ പറ്റിച്ചു നമ്മളെ. രാവിലെ തുള്ളി ചാടി മറിഞ്ഞ് കളിച്ചിട്ട് ഇപ്പൊ മര്യാദയ്ക്ക് നോർമലായിട്ടാണ്. നമ്മൾ വിചാരിച്ചിരുന്നു ഡെലിവറി നടക്കുമെന്നും, പക്ഷെ ഡെലിവറി നടന്നില്ല. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോട്ടോ. നമ്മൾ എസ്കോട്ടൊക്കെ ആയിട്ടോ വന്നത്. പുറകിൽ അവര് വേറെ വണ്ടി വരുന്നു. പക്ഷെ കൊച്ചു നമ്മളെ പ്രാങ്കി. മൂടില്ല വരാൻ, തണുപ്പൊക്കെ അല്ലേന്ന്. തണുപ്പല്ലേ അമ്മേ? ഇനിയിപ്പൊ ഒന്നല്ല, ഇനി രാത്രി ആവുമ്പോ തുടങ്ങും. ഇനി രാത്രി ആവുമ്പോ നൈസിന് ആദ്യം തോണ്ടി നോക്കും. അമ്മ ഉറങ്ങുവാണോ? അമ്മ ഉറങ്ങുവാണോ? ഞാൻ ഉറങ്ങുവാന്ന് കാണും വരെ
ഉറങ്ങുമെന്ന് അറിഞ്ഞ പിന്നെ ചവിട്ടി നിന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വരും കേട്ടോ. ഇച്ച ഇങ്ങനെ കൈ വെച്ചിട്ട് വർത്താനം പറയാം. അപ്പൊ ഇച്ചിക്കിട്ട് നല്ലോണം കൊടുക്കും. നല്ല ചവിട്ടാന്നേ. വീട്ടിലെല്ലാരും വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ വിളിക്കും സന്തോഷായിരുന്നു. കുഞ്ഞാവുണ്ടായി മമ്മിയെ, കുഞ്ഞാവുണ്ടായി പപ്പേ. കുഞ്ഞേച്ചിയൊക്കെ അതാ മെസ്സേജ് അയച്ചോണ്ടിരിക്കട്ടെ. എന്തായി ഞാൻ വീട്ടിൽ പോയിട്ട് വിളിക്കും വീഡിയോ കോൾ. ഹലോ മമ്മി, ചോറ് കൂണേറയും കൂട്ടി കഴിക്കാന്നറിയും. അവിടെ ഇപ്പൊ നാട്ടില് ഇപ്പൊ ഒരു ഹോണടി കേൾക്കണ്ടായിരുന്നു നമ്മൾ, പക്ഷെ ഹോണടി കേട്ടില്ല. പോയപ്പോഴും ചിരിച്ചോണ്ട് പോയി, വന്നപ്പോഴും ചിരിച്ചോണ്ട് വന്ന്. അവരുണ്ടോ പാപ്പി ഇന്ന് പ്രസവിക്കാൻ? പവറുണ്ട്, പക്ഷെ വരാൻ താല്പര്യമില്ല പാപ്പി. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ ടെൻഷൻ അടിച്ച്, അങ്ങനെ സന്തോഷവും വന്ന് ടെൻഷൻ അടിച്ച് ഇന്ന് പ്രസവിക്കില്ലേ എന്നുള്ള രീതിയിലായി ഇവിടെ വരെ എത്തി. അപ്പൊ എന്തായാലും വേറൊരു ദിവസം പ്രസവിക്കുന്നതാണ്, വേറൊരു ദിവസം ഡെലിവറി നടക്കും എന്നുള്ള വിശ്വാസത്തോടെ. എന്തായാലും വേറൊരു ദിവസം ഡെലിവറി നടക്കൂലോ? നടക്കും എന്തായാലും. പക്ഷെ അതെന്നാന്നുള്ളതാണ് നമുക്ക് തിരിയാത്തത്. എപ്പ വേണേലും പ്രതീക്ഷിക്കാം. പോട്ടെ വണ്ടി പോട്ടെ.